ടോട്ടൽ 19 മന്താണ് ഒരു കോഴ്സ് ഉണ്ടാവുക. ഫസ്റ്റത്തെ 6 മന്ത് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചുള്ള ട്രെയിനിങ് ഉണ്ടാവുക. ഇലക്ട്രോണിക്സിൻ്റെ തിയറി പ്രാക്ടിക്കലായിട്ട് വരും, സ്മാർട്ട് ഫോണിൻ്റെ തിയറി പ്രാക്ടിക്കലായിട്ട് വരും. ഇതിന് ശേഷം ഇവർക്ക് 2 മാസത്തെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് ഇൻഡസ്ട്രിയിലാണ് കൊടുക്കുക. ഇവർക്ക് ഓൺ ദി ജോബ് ട്രെയിനിങ് കൂടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടലി 10 മാസത്തെ ഓൺ ദി ജോബ് ട്രെയിനിങ്ങും 2 മാസത്തെ ഇൻറ്റേൺഷിപ്പുമാണ് ഇവർക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റൈപ്പൻഡ് കിട്ടും. അതായത് അവർ അടയ്ക്കുന്ന ഫീയുടെ അത്ര തന്നെ ചിലപ്പോൾ അതിൽ കൂടുതലും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റൈപ്പൻഡായിട്ട് കിട്ടുന്നുണ്ട്. 6 മന്ത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അവരെ തിരിച്ചു വിളിക്കും, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തിരിച്ചു വിളിച്ചിട്ട് അവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അവരെ എന്തൊക്കെയാണ് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ, അവരെ വർക്കിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് 1 മന്ത് അപ്ഗ്രേഡേഷൻ കോഴ്സ് കൊടുക്കുന്നത്. ഈ അപ്ഗ്രേഡേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ iOS-ൻ്റെയും അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെയും കോഴ്സുകളാണ്. അതായത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകൾ ഏതാണോ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ ഇവരെ എന്ത് ചെയ്യുകയാണ്, ഇൻഡസ്ട്രിയിലേക്കാണ് പറഞ്ഞേക്കാണ്. ഒരു ലിനക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് 2 രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് ബേസിക് നോളജ് പഠിച്ചതിന് ശേഷം ഒരു എക്സ്പീരിയൻസും പിന്നെ അപ്ഗ്രേഡേഷൻ കോഴ്സ് പഠിച്ചതിന് ശേഷം വീണ്ടും ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടുകയാണ്. അപ്പോൾ 2 രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് പിന്നീട് ഒരു അപ്ഗ്രേഡേഷൻ കോഴ്സ് എടുത്ത് പോകേണ്ട സാഹചര്യം ഇല്ല.